ദ വൈറ്റ് പേപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ മെമ്മറിയാണ്. മെമ്മറിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ആദ്യം തന്നെ പ്രൈമറി മെമ്മറി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മെമ്മറി എന്താണെന്നുള്ളത് നോക്കാം. അത് കഴിഞ്ഞിട്ട് പ്രൈമറി മെമ്മറി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, കമ്പ്യൂട്ടർ മെമ്മറി. മെമ്മറി ഈസ് ആൻ ഏരിയ ഇൻ എ കമ്പ്യൂട്ടർ വെയർ ദ ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ്. നമ്മൾ ഇൻസ്ട്രക്ഷനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പ്യൂട്ടറിലെ ഒരു ഏരിയനെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത് അല്ലേ. ഇൻ എ കമ്പ്യൂട്ടർ മെമ്മറി ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ബിറ്റ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മെമ്മറി ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻറ്റു രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ള മെമ്മറീനെ, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. അതിലെ പ്രൈമറി മെമ്മറി എന്താണെന്ന് നോക്കാം. പ്രൈമറി മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ് മെയിൻ മെമ്മറി ഓർ ഇൻറ്റേർണൽ മെമ്മറി. മെയിൻ മെമ്മറി എന്നും ഇൻറ്റേർണൽ മെമ്മറി എന്നൊക്കെ പേര് പറയാറുണ്ട്. ഓക്കെ, പ്രൈമറി മെമ്മറി ഹോൾഡ്സ് ഓൺലി ദസ് ഡാറ്റ ഇൻസ്ട്രക്ഷൻസ് ഓൺ വിച്ച് ദ കമ്പ്യൂട്ടർ ഈസ് കറൻ്റ്ലി വർക്കിംഗ്. നമ്മൾ വർക്ക് ചെയ്യുമ്പം കറൻ്റ്ലി വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഡാറ്റ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്ത് വെക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് ലിമിറ്റഡ് കപ്പാസിറ്റി ആൻഡ് ഡാറ്റ ഗെറ്റ് ലോസ്റ്റ് വെൻ ദ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. കമ്പ്യൂട്ടർ ഓഫായി പോകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡാറ്റ നഷ്ടമാവും. ലിമിറ്റഡ് കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഓഫായി പോകുകയെങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാറ്റ ലോസ്റ്റ് ആവും കേട്ടോ. എ കമ്പ്യൂട്ടർ കനോട്ട് റൺ വിത്തൗട്ട് എ പ്രൈമറി മെമ്മറി. ഒരു പ്രൈമറി മെമ്മറി ഇല്ലാതെ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ പ്രൈമറി മെമ്മറി ഈസ് കൺസിഡേർഡ് ആസ് എ ഹൈ സ്പീഡ് ലോ സ്റ്റോറേജ് ആൻഡ് വൊളാറ്റൈൽ മെമ്മറി. ഹൈ സ്പീഡ് ആയിരിക്കും, പക്ഷേ ലോ സ്റ്റോറേജ് ആയിരിക്കും. വൊളാറ്റൈലാണ്. വൊളാറ്റൈലാണെന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ട്, ഡാറ്റ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് വൊളാറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. ഇനി ദ മെമ്മറി യൂണിറ്റ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ CPU ഡയറക്ട്ലി ഈസ് പ്രൈമറി മെമ്മറി. അപ്പം പ്രൈമറി മെമ്മറി ആയിട്ടാണ് CPU ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദ മെമ്മറി യൂണിറ്റ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ CPU ഡയറക്ട്ലി ഈസ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്, പ്രൈമറി മെമ്മറി. ദ ടെക്നിക് ദാറ്റ് എക്സ്റ്റെൻഡഡ് സ്റ്റോറേജ് കപ്പാസിറ്റീസ് ഓഫ് മെയിൻ മെമ്മറി ബിയോണ്ട് ദ ആക്ച്വൽ സൈസ് ഓഫ് ദ മെയിൻ മെമ്മറി ഈസ് കോൾഡ് എ വെർച്വൽ സ്റ്റോറേജ്. അപ്പം നമുക്കൊരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവും, ഇത്ര വരെ ആക്ച്വലായിട്ടൊരു സൈസ് ഉണ്ടാവും സ്റ്റോറേജിന്. അപ്പോൾ അതിൽ കൂടുതൽ സ്പേസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, സ്റ്റോറേജ് കപ്പാസിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെ പറയുന്ന പേരാണ് വെർച്വൽ സ്റ്റോറേജ് എന്ന്. ഇനി പ്രൈമറി മെമ്മറീനെ ഡിവൈഡഡ് ഇൻറ്റു 2, റോം. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. റോം എന്ന് പറഞ്ഞാലോ റീഡ് ഓൺലി മെമ്മറി. അപ്പം റാം എന്താണെന്ന് നോക്കാം. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. പേര് ഓർത്തിരിക്കുക, ഫുൾ നെയിമൊക്കെ ചോദിക്കുക കേട്ടോ. റാം ഈസ് നോൺ ആസ് മെയിൻ മെമ്മറി ഓഫ് ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ മെയിൻ മെമ്മറിനെയാണ് നമുക്ക് എന്ത് പറയാം, റാം എന്ന് പറയാം അല്ലേ. ഇൻവെൻറ്റഡ് ബൈ റോബർട്ട് ഡെനാർഡ് അല്ലേ. റോബർട്ട് ഡെനാർഡ് എന്ന് പറഞ്ഞ ആളാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തത്. റാം എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയാണ്, റാൻഡം ആക്സസ് മെമ്മറിയാണത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ മദർ ബോർഡ് ഓഫ് കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലായിരിക്കും എന്ത് ചെയ്തിരിക്കുക, അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുക അല്ലേ. റാം ഈസ് യൂസ്ഡ് ഫോർ ടെമ്പററി സ്റ്റോറേജ് പർപ്പസ്. ടെമ്പററി സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റാം യൂസ് ചെയ്യുന്നത്. ബോത്ത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഈസ് പോസിബിൾ ഇൻ എ റാം. റാമിൽ എന്ത് ചെയ്യാം, റീഡ് ചെയ്യുകയും ചെയ്യാം, റൈറ്റ് ചെയ്യുകയും ചെയ്യാം. സോ ഇറ്റ് ഈസ് നോൺ ആസ് റീഡ് ഓർ റൈറ്റ് മെമ്മറി എന്നും ഇതറിയപ്പെടുന്നുണ്ട്. റാം ഈസ് എ വൊളാറ്റൈൽ മെമ്മറി. ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ എ റാം ഗെറ്റ് ലോസ്റ്റ് വെൻ ദ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, റാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൊളാറ്റൈൽ മെമ്മറിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പം ആ മെമ്മറി നഷ്ടമാകും. റാം ഈസ് മെയിൻലി ഡിവൈഡഡ് ഇൻറ്റു 2. ദേ ആർ സ്റ്റാറ്റിക് റാം, SRAM. അപ്പോൾ സ്റ്റാറ്റിക് റാം ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റാം ദാറ്റ് കണ്ടെയ്ൻസ് ഡാറ്റ ആസ് ലോങ് ആസ് ദ പവർ സപ്ലൈ ഈസ് ബീങ് സപ്ലൈഡ്. ഇതും അതിൻ്റെ അകത്ത് തന്നെ, പവർ സപ്ലൈ പോകുന്നത് വരെ ഡാറ്റ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. SRAM uses a matrix of 6 transistors and no capacitor. അപ്പം 6 ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കും SRAMലുണ്ടാവുക, നോ കപ്പാസിറ്റർ ഒന്നും ഉണ്ടാവില്ല. ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ആൻഡ് എക്സ്പെൻസീവ് വൺ. ഫാസ്റ്റും ആയിരിക്കും, അതുപോലെ തന്നെ എക്സ്പെൻസീവും ആയിരിക്കും. SRAM ഡസ് നോട്ട് ഹാവ് ടു ബി പീരിയോഡിക്കലി റിഫ്രഷ്ഡ്. ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. SRAM ഈസ് യൂസ്ഡ് ആസ് എ ക്യാഷ് മെമ്മറി ആയിട്ടൊക്കെ നമുക്ക് SRAMനെ പറയാം. SRAM എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം കേട്ടോ.
സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി. ഓക്കെ, അടുത്തത് രണ്ടാമത്തത് ഡൈനാമിക് മെമ്മറി. പ്രൈമറി മെമ്മറി രണ്ടാക്കി തിരിച്ചു എന്ന് പറഞ്ഞു, സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും അല്ലേ. ഡൈനാമിക് റാം എന്താ നോക്കാം. ഡി റാം മസ്റ്റ് ബി കണ്ടിന്യൂസ്ലി റിഫ്രഷ്ഡ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഡാറ്റ. ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 1 കപ്പാസിറ്റർ ആൻഡ് 1 ട്രാൻസിസ്റ്റർ. എസ് റാമിൽ എന്തായിരുന്നു, 6 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, കപ്പാസിറ്റർ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇവിടെ ഒരു കപ്പാസിറ്ററും ഉണ്ട്, ഒരു ട്രാൻസിസ്റ്ററും ഉണ്ട്. ഡി റാം ഈസ് സ്ലോവർ ദാൻ എസ് റാം. എസ് റാം ആയിരുന്നു ഫാസ്റ്റായിട്ട് പറഞ്ഞിരുന്നത്, എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. ഡി റാം സ്ലോ ആണ്, അതുപോലെ തന്നെ ലെസ് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് റാം ഏതൊക്കെയാണ് റാം നോക്കാം. വി റാം എന്ന് പറഞ്ഞാൽ വീഡിയോ റാം അല്ലേ, വീഡിയോ റാൻഡം ആക്സസ് മെമ്മറി. സ്പെഷ്യൽ പർപ്പസ് മെമ്മറി യൂസ്ഡ് ബൈ വീഡിയോ അഡാപ്റ്റേഴ്സ് ടു സ്റ്റോർ ഇമേജ് ഡാറ്റ ഫോർ എ കമ്പ്യൂട്ടർ ഡിസ്പ്ലേ. ഇമേജ് ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വീഡിയോ അഡാപ്റ്റേഴ്സാണിത്, യൂസ്ഡ് ബൈ വീഡിയോ അഡാപ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക ഇമേജ് ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എസ് റാം എന്താ, സിൻക്രോണൈസ് ഗ്രാഫിക്സ് റാം, ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ വീഡിയോ മെമ്മറി. ഇതും വീഡിയോ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ആർ ഡി റാം എന്ന് പറഞ്ഞാൽ റാംബസ് ഡൈനാമിക് റാം. ഇറ്റ് ഈസ് എ വീഡിയോ റാം. ഇതും വീഡിയോ മെമ്മറി ആയിട്ടാണ് പറയുന്നത്. എം ഡി റാം എന്ന് പറഞ്ഞാൽ മൾട്ടി ബാങ്ക് ഡൈനാമിക് റാം. ഇറ്റ് ഓഫേഴ്സ് ഫാസ്റ്റർ ആക്സസ് ടു ഡാറ്റ. RAM that divides memory into multiple 32 KB parts or banks that can be accessed individually. ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. 32 KB പാർട്ടായിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, മെമ്മറീനെ ഡിവൈഡ് ചെയ്യും. എം ഡി റാം കേട്ടോ, മൾട്ടി ബാങ്ക് ഡൈനാമിക് റാം. ഇത് ഫാസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരൊന്ന് പഠിച്ചു നോക്കുക. ഇനി എസ് ടി റാം, സിൻക്രോണൈസ് ഡൈനാമിക് റാം, faster than regular DRAM because it runs synchronously with the system clock. ഇത് കുറച്ചും കൂടെ ഡി റാമിനെക്കാട്ടിലും ഫാസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് റോം ആണ്, റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്. ഇറ്റ് കണ്ടൻസ് ഓഫ് റോം ആർ പെർമനൻറ്റ് ഇൻ നേച്ചർ. സോ ഇറ്റ് ഈസ് നോൺ വളാറ്റൈൽ മെമ്മറി. നോൺ വളാറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പ്യൂട്ടർ ഓഫാക്കി കളയുമ്പോൾ ഡാറ്റ നഷ്ടമാവുന്നില്ല. കമ്പ്യൂട്ടർ ഓഫായാലും ഡാറ്റയൊന്നും നഷ്ടമാവില്ല. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് വിച്ച് കണ്ടെയ്ൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ബയാസ് എക്സെട്ര. അപ്പം ഇതൊരു പെർമനൻറ്റ് നേച്ചർ ഉള്ളതാണ്. എന്ത്, റോം എന്ന് പറയുന്നത് പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്, നോൺ വൊളാറ്റൈൽ മെമ്മറി ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയറും ബൊയാസൊക്കെ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. എ യൂസർ കനോട്ട് റൈറ്റ് ഇൻ ടു എ റോം. റോമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് ചെയ്യാൻ പറ്റില്ല, റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. മറ്റേ റാം ആയിരുന്നപ്പോഴോ റാമിൽ റീഡും ചെയ്യാം റൈറ്റും ചെയ്യാം അല്ലേ. ഇൻ എ റോം ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ് അറ്റ് ദ ടൈം ഓഫ് മാനുഫാക്ചറിങ്. സച്ച് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർഡ് ഇൻ റോം ഈസ് കോൾഡ് എ ഫേം വെയർ. നമ്മൾ ഫേം വെയർ പഠിച്ചിരിക്കുക. ഫേം വെയർ എന്താണെന്ന് ചോദിക്കാം കേട്ടോ. ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്ന റോമിലെ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് ഫേം വെയർ എന്ന് പറയാം. അതൊരു പ്രോഗ്രാമാണ് കേട്ടോ, പ്രോഗ്രാം ദാറ്റ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് ഇൻ റോം. റോം കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ കമ്പ്യൂട്ടർ ടു സ്റ്റാർട്ട് ഇറ്റ് ഓപ്പറേഷൻ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ നടക്കണമെങ്കിൽ, സ്റ്റാർട്ട് ആവണമെങ്കിൽ എസെൻഷ്യലായിട്ട് വേണ്ട സംഭവം ഇൻഫർമേഷൻസൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് റോമിൽ. ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ഈസ് എ പ്രോഗ്രാം ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ റോം. റോമിൻ്റെ അകത്താണ് എന്തുണ്ടാവുക, ബൂട്ട്സ്ട്രാപ്പ് ലോഡർ. അതൊരു പ്രോഗ്രാമാണ്. അത് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുക. അതൊരു പ്രോഗ്രാമാണ്, ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ റോം. ഓക്കെ, അടുത്തത് ബഫറിങ്. ബഫർ ഈസ് എ ടെമ്പററി സ്റ്റോറേജ് ഏരിയ ഇൻ റാം. ബഫറിങ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ അതൊരു ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആണ്, റാമിലുള്ള ഒരു ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആണ്. ബഫറിങ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രീ ലോഡിങ് ഡാറ്റ ഇൻ ടു എ റിസർവ്ഡ് ഏരിയ ഓഫ് മെമ്മറി. ഒരു
റിസർവ്ഡ് ഏരിയ, മെമ്മറിയിൽ ഒരു റിസർവ് ചെയ്ത് വെച്ച ഏരിയയിൽ ഇത് ലോഡാവുന്നു, പ്രീ ലോഡ് ആവുന്നതിനെയാണ് ബഫറിംഗ് എന്ന് പറയാം. ഓക്കെ, ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആണിത്. ഇനി ടൈപ്സ് ഓഫ് റോം നോക്കാം. പ്രീ റോം, ഇ പ്രോം, ഇ പ്രോം, ഫ്ലാഷ് ഇ പ്രോം. അപ്പോൾ പി റോം എന്താന്ന് നോക്കാം. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഫുൾ ഫോം ചോദിക്കാം കേട്ടോ. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, നോൺ വൊളാറ്റൈൽ മെമ്മറി ഇൻ വിച്ച് യൂസർ ക്യാൻ ലോഡ് ആൻഡ് സ്റ്റോർ പ്രോഗ്രാംസ് വൺസ്. ഒരു തവണ എന്ത് ചെയ്യാം, പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെക്കാനും ലോഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഇതൊരു നോൺ വൊളാറ്റൈൽ മെമ്മറിയാണ്, എന്ന് വെച്ചാൽ പെർമനൻ്റ് ആണ്, നഷ്ടപ്പെട്ടു പോവില്ല. ഇനി ഇ പ്രോം, erasable programmable read-only memory. The program stored in it can be erased by exposing it into an ultraviolet light. അൾട്രാവയലറ്റ് ലൈറ്റ് കാണിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമൊക്കെ ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, ഇ പ്രോം, ഇലക്ട്രിക്കലി erasable programmable read-only memory. Programs can be erased by exposing it into an electrical charge. ഇലക്ട്രിക്കൽ ചാർജ് യൂസ് ചെയ്തുകൊണ്ട് എന്താ, മറ്റേ ഇ പ്രോമിൽ നമ്മൾ അൾട്രാവയലറ്റ് ലൈറ്റ് ആയിരുന്നു യൂസ് ചെയ്ത് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇലക്ട്രിക്കൽ ചാർജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം ഇറേസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഫ്ലാഷ് ഇ പ്രോം, അത് ഫാസ്റ്റർ ദാൻ ഇ പ്രോം. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോമിനേക്കാളും സ്പീഡ് കൂടുതലാണ് ഫ്ലാഷ് ഇ പ്രോമിന്. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് ഇറേസിങ് 1 byte at a time, ഇറ്റ് ഇറേസസ് എ ബ്ലോക്ക് ഓർ ദ എൻറ്റയർ ചിപ്പ്. ഒരു ചിപ്പ് മൊത്തമായിട്ട് ഇറേസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലാഷ് ഇ പ്രോം യൂസ് ചെയ്യാം. അത് 1 byte മാത്രമായിട്ടല്ല ഇറേസ് ചെയ്യുക, മൊത്തമായിട്ട് ഒരു ബ്ലോക്കോ ഒരു എൻറ്റയർ ചിപ്പിനെ തന്നെയോ ബ്ലോക്കാക്കി ഇറേസ് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് റോം ഇത്രയാണ്, എല്ലാവരും നോക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇന്നത്തെ പ്രൈമറി മെമ്മറീൻ്റെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡറി മെമ്മറി എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ.